എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ച് ഓക്കെ, ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അതും തൃശ്ശൂരിൽ പെരുമ്പലാവിൽ നിൽക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. പ്രത്യേകിച്ച് ഹാപ്പനിങ് ഒന്നും അല്ല, എന്നാൽ കൂടിയും ലെറ്റ്സ് ഡു വ്ളോഗ്. ഒരു കോമൺ വ്ളോഗായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പുറത്തേക്കൊക്കെ പോകാനൊന്നും. ബട്ട് ഹോസ്പിറ്റലൊന്ന് പോകണം, അതാണ് ഞാൻ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത്. ബിക്കോസ് എൻ്റെ കാലൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു സ്പ്രെയിനായിട്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇന്ന് രണ്ടാമത്തെ വിസിറ്റാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പോയിട്ട് വരണം, അതേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻസ്. ആൻഡ് പിന്നെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് നടക്കുന്നതും ഇവിടെ കുറച്ച് ഓർക്കിഡിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ചെടിയൊക്കെ കാണിക്കാം. അങ്ങനെ ഒരു കോമൺ ഡേ ഇൻ മൈ ലൈഫ് വിത്തൗട്ട് എനി പ്ലാൻസ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അൻസ ഹോസ്പിറ്റലാണ് കേട്ടോ ഞാൻ പോയത്. ലൈക്ക് വീട്ടിൽ നിന്നൊരു 5 minutes ദൂരം മാത്രമേ ഉള്ളൂ അൻസ ഹോസ്പിറ്റൽ, അൻസ സ്കൂളൊക്കെ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളൊരു 10 മണിക്ക് ഹോസ്പിറ്റലിലെത്തി. പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ ഒരുപാട് നടക്കണ്ട എന്ന് പറഞ്ഞിട്ടൊരു ബൈൻഡർ ഇട്ട് തന്നു. അപ്പോൾ ഈ ഒരു ബൈൻഡർ മേടിച്ച് നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ അത് എൻ്റെ കാലിൻ്റെ സൈസിനായിരുന്നു. അങ്ങനെ അത് ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ലൊരു അടിപൊളി ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു സ്ഥലം. അവിടെ പാടവും ഒക്കെ ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് ആ സ്ഥലം കാണാൻ. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തൊക്കെയോ ഫിലിംസിലൊക്കെ ഈ ഒരു ഏരിയ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഇതെൻ്റെ കണ്ണിൽ പെട്ടത്. ഇങ്ങനെ നെല്ലെടുക്കുന്നത്, ഇതൊന്നും ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല. അങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കെപ്പോഴും വയലും പാടവും അല്ലെങ്കിൽ ഈ നെല്ലൊക്കെ എടുക്കുന്നതൊക്കെ ഒരു കൗതുകമാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വിളവെടുത്തതിന് ശേഷം ഇങ്ങനെ കിടക്കുന്ന ഒരു പാടാണ്. അതുകൊണ്ടാണ് ഒരു ഗ്രീൻ ഇതായിട്ട് കാണാൻ പറ്റാത്തത്. ആൻഡ് അവിടെ ഞങ്ങൾ അങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പോയി പ്ലേസൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലെത്തി. ആൻഡ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ജോബ് ഹണ്ടിലാണ് കറൻറ്റായിട്ട്. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ടൈം ഞാൻ കൊടുക്കും, കുറച്ച് കമ്പനീസൊക്കെ നോക്കിയിട്ട്. അങ്ങനെ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഉണ്ടാവും. അതാണിപ്പോൾ പിന്നീടുള്ളത്. പിന്നെ ഈ ഒരു ചക്ക ഭയങ്കര മധുരമായിരുന്നു. നമ്മൾ തേൻ മധുരം എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഭയങ്കര മധുരമുള്ള ഒരു ചക്കയായിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ട് ഞാൻ കുറച്ച് കമ്പനി നൗക്കറിയിലും അങ്ങനെ കുറച്ച് ഇൻഡീഡ് എന്നൊക്കെ ഉള്ള വെബ്സൈറ്റ്സ് ഉണ്ടല്ലോ, ജോബ് വെബ്സൈറ്റ്സ്, അതൊക്കെ നോക്കി ജസ്റ്റ് കമ്പനീസൊക്കെ റെഫർ ചെയ്യും. എന്നിട്ട് നമുക്കതിൽ എന്തൊക്കെ ഇടാനുണ്ടോ, എന്തൊക്കെ ആഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് ഗൂഗിളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ റെഫർ ചെയ്തിട്ട് എഴുതി വെക്കും. അതാണിപ്പോൾ കാണുന്നത്. പിന്നെ കാല് വയ്യാത്തതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും അനങ്ങില്ല. കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുക്കും. കാലിങ്ങനെ ഈ ബൈൻഡറൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ബാൻഡെയ്ഡ് ആയിരുന്നു നേരത്തെ ചുറ്റി വെച്ചിരുന്നത്. അങ്ങനെ മറ്റേ കാലിൽ ചെറിയൊരു മുറിവുണ്ട്. അപ്പം അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറച്ച് നൗക്കറിയിലും ഇൻഡീഡിലും ഒക്കെ ജോബ് ആപ്ലിക്കേഷൻസൊക്കെ നോക്കും. പിന്നെ ഓരോരോ കമ്പനീസ് നോക്കും. അപ്പോൾ ഞാൻ ഏതാണോ ജോബ് അന്വേഷിക്കുന്നത് ആ ഏരിയയിലൊക്കെ എന്തൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളതെന്ന് റിസർച്ച് ചെയ്യും. അതുപോലെ കമ്പനീസൊക്കെ എഴുതി വെക്കും. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് കയറും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റിലായിരുന്നു കേട്ടോ. അങ്ങനെ കയറിയിട്ട് അവരുടെ കരിയർ ഓപ്ഷൻസൊക്കെ നോക്കും. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് സ്റ്റഡി ഞാൻ പൊതുവെ ഇപ്പോൾ നടത്താറുണ്ട്. അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നൗക്കറി, ഇൻഡീഡ്, അങ്ങനെ കുറേ ആപ്സ് ഉണ്ടല്ലോ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് സ്റ്റഡീസൊക്കെ നോക്കും. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ആൻഡ് ലഞ്ച് കുറേ കറികളുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ തോരൻ. അതിനൊക്കെ ഇവിടെ ഉപ്പേരി എന്നാണ് പറയുന്നത്, ഞങ്ങളുടെ അവിടെ തോരൻ എന്നാണ് പറയുന്നത്. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫുഡ് കഴിക്കാനുള്ളതൊക്കെ നോക്കി കഴിച്ചതിന് ശേഷം അങ്ങനെ ലഞ്ചിന് ഇങ്ങനത്തെ ഒക്കെ കുറേ ഉപ്പേരിയും ഒക്കെ ആയിരുന്നു ഉള്ളത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ തോരൻ ആൻഡ് നല്ല കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ പുയ്യാപ്പിളക്കോര എന്നൊക്കെ പറയും ഇവിടെ ഒരു മീൻ, നമ്മളവിടെ ചെങ്കലവ എന്നൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സീരീസ് കണ്ടിട്ട് കുറച്ച് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ചായയ്ക്ക് ഉമ്മ ഈ ഒരു കടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ ഇതിനെന്തോ ഒരു പേര് പറയും, അതെനിക്ക് ഓർമ്മയില്ല. പക്ഷേ അകത്ത് സ്വീറ്റാണ്, നമ്മുടെ ഏത്തയ്ക്കൊക്കെ മിക്സ് ചെയ്ത ഒരു സ്വീറ്റ്നെസ് ആണ് ഉള്ളത്. പിന്നെ റെഡിയാവും, പുറത്ത് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറായപ്പോഴത്തേക്കാണ് ഓർക്കിഡ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ഓർക്കിഡ്സ് കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഇത് നമ്മുടെ വീട്ടിൽ കുറച്ച് ചെറിയ ഉമ്മ നോക്കുന്ന കുറച്ച് ഓർക്കിഡ്സിൻ്റെ കളക്ഷൻസാണ്. അത്യാവശ്യം വയലറ്റ് കളേഴ്സ് ഉണ്ട്, ഹൈബ്രിഡ് ആയിട്ട് 2 കളേഴ്സിലുള്ള ഉണ്ട്,
അങ്ങനെ അത്യാവശ്യം എല്ലാത്തിലും പൂവിട്ട് നിൽപ്പുണ്ട്. ഈ ഒരു പൂവിട്ട് നിൽക്കുന്നതിൽ 100% ഉമ്മ ചെയ്യുന്ന ഓരോരോ ടിപ്സാണ് കേട്ടോ. നന്നായിട്ട് ചെടി നോക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എല്ലാം പൂവിട്ട് ഇങ്ങനെ നിൽക്കുന്നതും. ആൾക്ക് ഭയങ്കര ഒരു ഹോബിയാണ് ഈ ഓർക്കിഡ്സൊക്കെ നോക്കുക എന്നുള്ളത്. ചെടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പല കളേഴ്സ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അതിൽ എൻ്റെ ഫേവറേറ്റ് ആ ഒരു യെല്ലോ വിത്ത് വയലറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, റോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ അപ്പുറത്തെ വീട്ടിലും ഒരുപാട് ചെടിയുണ്ട് കേട്ടോ. സോണിയമ്മയുടെ വീട്ടിലും കുറേ ചെടിയുണ്ട്. അവിടെ ഓർക്കിഡ്സ് ഉണ്ട്. അതുപോലെ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. കടലാസ് പൂവുണ്ട്. ആ തെങ്ങിന്മേ നിൽക്കുന്നത് ഡാൻസിങ് ഗേളാണ് കേട്ടോ. അങ്ങനെ കുറേ ചെടിയുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മുറ്റത്തുള്ള ഒരു മാവ്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് അവർ ഫേവറേറ്റ് സ്പോട്ട് ഓൾസോ. അപ്പോൾ ഈ മാവിൽ നല്ലപോലെ മാങ്ങ കിളിച്ച് നിൽപ്പുണ്ട്. പച്ച വീഴുന്നതൊക്കെ നമ്മളിപ്പം കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കും. എന്നിട്ട് നമ്മൾ പുറത്ത് പോയി. ആൻഡ് ഐ മസ്റ്റ് സീ ഇവിടെ കുറേ സീനറിക് ആയിട്ടുള്ള നല്ല പാടങ്ങളും പ്ലേസസ് ഉണ്ട്. ഭയങ്കര കാം, ക്വയറ്റ്, പീസ്ഫുൾ പ്ലേസസ്. ആൻഡ് ഐ മസ്റ്റ് സീ നമുക്ക് ഒരു 5 മിനിറ്റ്സിൽ നല്ല ടൗണിലേക്കും എത്താം. എവറിത്തിങ് ഈസ് അവൈലബിൾ ദെയർ. അതുപോലെ ഭയങ്കര കാമായിട്ടുള്ള, ക്വയറ്റ് ആയിട്ടുള്ള, കാണാൻ ഭംഗിയുള്ള പ്ലേസസും ഉണ്ട്. അങ്ങനെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്കിതിനും തോന്നിയത്. ലൈക്ക് എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ ജസ്റ്റ് മിനിറ്റ്സ്. ആൻഡ് ഓൾസോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഏരിയാസും ഉണ്ട്. ഇതൊക്കെ റബ്ബറിൻ്റെ തോട്ടമാണ് കേട്ടോ. റബ്ബർ എടുക്കുന്ന തോട്ടമാണ്. ഒരു കാട് വൈബാണ് അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ. അങ്ങനെ കുറേ പ്ലേസസും എന്നെ കൊണ്ട് കാണിക്കാറുണ്ട് ഈവനിങ്സിൽ. അവർ പോയിട്ടുള്ളതും പണ്ട് ഫ്രണ്ട്സുമായിട്ട് കറങ്ങിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്ലേസസൊക്കെ നിയർ ബൈ ആയിട്ടുള്ള പ്ലേസസ് എന്നെ കൊണ്ട് കാണിക്കാറുണ്ട്. ആൻഡ് അതുപോലെ ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ നിന്ന് പെരുമ്പലാവിൽ നിന്ന് ഞാൻ കണ്ടത് വെച്ചിട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റ്, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, അതുപോലെ എറണാകുളം ആ ഏരിയയിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുത്തെ ഡിസ്ട്രിക്റ്റിലുള്ള ഓരോ ഏരിയാസിലേക്ക് പോകാൻ പറ്റും. ലൈക്ക് വിത്തിൻ 5-30 മിനിറ്റ്സൊക്കെ, 50 മിനിറ്റ്സ് 30 മിനിറ്റ്സൊക്കെ സ്പീഡിൽ തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് പാടവും കൂടെ ഒക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബർഗറാണ് കേട്ടോ കഴിച്ചത്. അതും ഹോം മെയ്ഡ് ബർഗർ. നമ്മൾ ബണ്ണിങ്ങനെ ബർഗർ ബണ്ണ് മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി ഫേവറേറ്റ് കഫേ, നെൽസ് കഫേ. That's it. I hope you like this video. If you like this video, please do like, share, comment and subscribe. And this is an additional footage. ഞാൻ ഞൊണ്ടി നടക്കുന്നത്. And that's it. See you on my next video.